ഡോക്ടർ, ആദ്യം തന്നെ ചോദിക്കുകയാണ്, ഇപ്പോൾ നമ്മുടെ മാറി വരുന്ന ഒരു ജീവിതചര്യാ രീതികൾ അല്ലെ, ഭക്ഷണക്രമങ്ങൾ, ഇതൊക്കെ തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മുഖ്യ കാരണമല്ലേ? അതെ, തീർച്ചയായിട്ടും മാറി വരുന്ന ജീവിത രീതികൾ സ്ത്രീകളോടൊപ്പം എല്ലാവർക്കും അതൊരു പ്രശ്നമായി മാറുകയാണ്. പക്ഷെ സ്ത്രീകൾക്ക് അത് കൂടുതൽ പ്രശ്നമാകുന്നു. കാരണം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ പെൺകുട്ടികൾ ചെറുപ്പകാലത്ത് എല്ലാ പേരും ഒരുപോലെ കളിക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്യും. പക്ഷെ ഒരു പ്രായമായി കഴിഞ്ഞാൽ, ഒരു കൗമാരപ്രായത്തിൽ എത്തിക്കഴിഞ്ഞാൽ, ഒരു 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് എത്തിക്കഴിഞ്ഞാൽ സ്ഥിരമായി കളിക്കുകയും അല്ലെങ്കിൽ വ്യായാമത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന പെൺകുട്ടികൾ കുറവാണ്. അപ്പോ അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ഓരോ ഓരോ തലത്തിലും ജീവിതശൈലിയിലും മാറ്റങ്ങൾ വരുന്നു. ഇപ്പൊ വ്യായാമം ചെയ്യുന്നതില്, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നതില്, സ്ഥിരമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യുന്നതില്, അപ്പൊ ഓരോ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഒരു സ്ത്രീ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ബോധവതികളാകണം. എന്നാൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ജീവിതശൈലി മാറിയത് കൊണ്ട് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും പ്രശ്നമുണ്ട്. പക്ഷെ കൂടുതലും സ്ത്രീകൾക്ക് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഡയബറ്റിസ് പോലെയുള്ളത് ഒരു 40 കഴിയുമ്പോൾ കൂടുതൽ സ്ത്രീകൾക്കാണ് പഴയതിലും കൂടുതൽ കണ്ടുവരുന്നത്. പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബീസിറ്റി, അത് കൂടുതൽ സ്ത്രീകളിലാണ്. നമ്മുടെ വേസ്റ്റ് സർക്കംഫറൻസ്, നമ്മുടെ വയറിന്റെ ആ ഒരു അളവ്, അതും കൂടുതൽ പലപ്പോഴും നമ്മുടെ ഒരു ജീവിത ശൈലി കൊണ്ട് അത് കൂടുതലും സ്ത്രീകളിലാണ്. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാല് നമ്മൾ പ്രായം ചെല്ലും തോറും നമ്മൾ വ്യായാമം ചെയ്യാതിരിക്കുകയും നമ്മൾ തന്നെ ഭാരം, നമ്മുടെ തടി വർദ്ധിക്കുകയും അതിനനുബന്ധമായ എല്ലാത്തരം അസുഖങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. പ്രമേഹം, മുട്ടുവേദന, ശരീരവേദന, തോളിന് വേദന, അങ്ങനെ ഒരു പക്ഷേ പറഞ്ഞാൽ തീരാത്ത തരം വേദനകളും അസ്വാസ്ഥ്യങ്ങളും ഉണ്ടാകും.